ഹലോ, ആരൊക്കെയാണ് കഥ കേൾക്കാൻ എന്നുള്ളത്? നമ്മൾ കഴിഞ്ഞ ദിവസം ആരുടെ കഥയാണ് പറഞ്ഞിരുന്നത്? ആരെയായിരുന്നു പറഞ്ഞിരുന്നത്? നോഹ അപ്പാപ്പൻ്റെ കഥയായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ വേറൊരു കഥയായിരുന്നു യോനയെക്കുറിച്ച് ഉള്ള കഥ. യോനയോട് ദൈവം നിനവേലോട്ട് പോകാൻ പറഞ്ഞിട്ട് അനുസരണക്കേട് കാണിച്ച് യോന തർശീശിലോട്ട് പോയി. അങ്ങനെ പോകുന്ന വഴിയിൽ വലിയ കാറ്റും കോളും ഒക്കെ ഉണ്ടായി. കപ്പലിലുണ്ടായിരുന്നവരെല്ലാം പേടിച്ച് അവസാനം ഓരോന്ന് അവരുടെ സാധനങ്ങളെല്ലാം ഇട്ടിട്ടും ഭയങ്കര കാറ്റും കപ്പലിൽ ഭയങ്കര പ്രശ്നങ്ങളും ആയിട്ട് അവസാനം എന്ത് ചെയ്തു? ചീട്ടിട്ട് നോക്കിയപ്പോൾ ചീട്ട് യോനയ്ക്ക് വന്നു. അങ്ങനെ യോനയുടെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ യോന എന്താ പറഞ്ഞിരുന്നത്? ഞാൻ അനുസരണക്കേട് കാണിച്ചു, അതുകൊണ്ടാണ് ഇങ്ങനെ കോപിക്കുന്നത്. കടല് ജീവനുള്ള ദൈവത്തോടാണ് ഞാൻ അനുസരണക്കേട് കാണിച്ചത് എന്ന് പറഞ്ഞ് അങ്ങനെ അവരെല്ലാവരും കൂടി യോനേനെ പിടിച്ച് എവിടെ ഇട്ടു? കടലിലിട്ടു. യോനേനെ പിടിച്ച് കടലിലിട്ട് ആ യോനേനെ ഒരു മത്സ്യം വന്ന്, ഒരു മീൻ വന്ന് വിഴുങ്ങി എന്നാണ് നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നത്. ഈ മീൻ വിഴുങ്ങിയ യോനയ്ക്ക് പിന്നെ എന്താണ് സംഭവിച്ചത്? അത് മക്കൾ ചിന്തിച്ചോ? അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കഥ യോനേനെ കടലിലിട്ടതിന് ശേഷം മീൻ വിഴുങ്ങി എന്ന് പറഞ്ഞു. ആ യോനയ്ക്ക് പിന്നെ എന്നാണ് സംഭവിച്ചത്? മീൻ്റെ വയറ്റിൽ പോയ യോന പിന്നെ എന്തായേ? മീൻ്റെ വയറ്റിൽ നിന്ന് വെളിയിൽ വന്നോ? അത് യോന അങ്ങനെ മരിച്ചു പോയോ? എന്താ സംഭവിച്ചേ? അപ്പോൾ അതാണ് ഇന്നത്തെ കഥ. നമ്മൾ ഈ യോനേനെ ഇവർ നേരെ വെള്ളത്തിലോട്ട് വലിച്ചെറിഞ്ഞ യോനേനെ ദൈവം ഒരു മീനിനെ കൽപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. യോന ഇങ്ങനെ വീഴുമ്പോൾ അവനെ പിടിക്കണം എന്നുള്ളത് പറഞ്ഞ്. അങ്ങനെ ആ യോനേനെ ആ മത്സ്യം വന്ന്, ആ മീൻ വന്ന്, ദൈവം പറഞ്ഞു വെച്ചിരുന്ന ആ മീൻ വന്ന് യോനേനെ വിഴുങ്ങി. അങ്ങനെ യോന മീൻ്റെ വയറിൻ്റെ അകത്ത് പോയി. മീൻ്റെ വയറിനകത്ത് അയ്യേ എങ്ങനെ ഉണ്ടാവില്ലേ? ഒരു നാറ്റൊക്കെ ഉണ്ടാവില്ലേ? അങ്ങനെയുള്ള സ്ഥലത്ത് യോന പോയി. യോന എത്ര ദിവസം മീനിൻ്റെ വയറിനകത്തുണ്ടായിരുന്നു? 3 രാവും 3 പകലും യോന മീനിൻ്റെ വയറിനകത്തുണ്ടായിരുന്നു. ഇതേപോലെ തന്നെയാണ് നമ്മുടെ യേശു അപ്പച്ചനും 3 രാവും 3 പകലും കാൽവറി ക്രൂശിൽ മരിച്ചതിന് ശേഷം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട്. യോനയെ പോലെ തന്നെ യേശു കർത്താവ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ബൈബിളിൽ കാണുന്നത്. അപ്പോൾ യോന 3 രാവും 3 പകലും ഈ മത്സ്യത്തിൻ്റെ, ഈ മീനിൻ്റെ വയറ്റിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ദൈവം ആ മീനിനോട് പറഞ്ഞു, യോനേനെ പോയി കരയിൽ പോയി ഛർദ്ദിക്കാൻ പറഞ്ഞു. മക്കൾ ഛർദ്ദിക്കാറുണ്ടോ? എന്തെങ്കിലും തിന്നിട്ട് തൊണ്ടയിൽ കുടുങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കി കഴിയുമ്പോൾ നമ്മൾ ഛർദ്ദിക്കില്ലേ? അപ്പോൾ അങ്ങനെ തന്നെ ദൈവം ഈ മീനിൻ്റെ അടുത്ത് പറഞ്ഞു, യോനേനെ ഛർദ്ദിക്കാൻ പറഞ്ഞു. അങ്ങനെ ഈ മീൻ ദൈവം പറഞ്ഞതനുസരിച്ചിട്ട് പോയി കരയിൽ യോനേനെ ഛർദ്ദിച്ചു. അങ്ങനെ യോന വീണ്ടും ജീവനോടെ വെളിയിൽ വന്ന്, അത് കഴിഞ്ഞിട്ട് ഈ മീനിൻ്റെ വയറ്റിൽ നിന്ന് വെളിയിൽ വന്ന യോനയ്ക്ക് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി. എന്താണ് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായേ? ദൈവത്തിൻ്റെ അരുളപ്പാട് എന്തായിട്ടുണ്ടെന്ന് വെച്ചാൽ, നീ നിനവയ്ക്ക് പോ. ആദ്യമേ നിൻ്റെ അടുത്ത് നിനവയ്ക്ക് പോകാൻ പറഞ്ഞപ്പോൾ നീ അനുസരണക്കേട് പ്രവർത്തിച്ചത് കൊണ്ട് നിനക്ക് ഇങ്ങനെയൊക്കെ ആയി. നിന്നെ കടലിൽ എറിഞ്ഞു, കടലിൽ ഭയങ്കര പ്രശ്നങ്ങളുണ്ടായി, മീൻ നിന്നെ വിഴുങ്ങി. അങ്ങനെ 3 ദിവസം കഴിഞ്ഞപ്പോൾ നീ വെളിയിൽ വന്നിരിക്കുകയാണ്. 3 രാവും 3 പകലും കഴിഞ്ഞ് നീ വെളിയിൽ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ നിന്നോട് പറയുന്നത് നീ അതുപോലെ അനുസരിക്കണം എന്നുള്ള രീതിയിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് യോനയ്ക്കുണ്ടായി. എന്തായിരുന്നു ദൈവം പറഞ്ഞതെന്നറിയാമോ? നീ നിനവയിലോട്ട് പോവുക, അവിടെ പോയി അവിടെയുള്ള ജനങ്ങളുടെ അടുത്ത് അവരുടെ തെറ്റുകളും കാര്യങ്ങളും ഒക്കെ എൻ്റെ മുന്നിൽ വന്നിട്ടുണ്ട്, അതിൽ നിന്നും പിന്മാറി ദൈവത്തിൻ്റെ വഴിയിലോട്ട് വരാൻ വേണ്ടിയുള്ളത് പറയാൻ വേണ്ടി ദൈവം യോനയോട് കൽപ്പിച്ചു. അപ്പോൾ ഇപ്പോൾ യോനയോട് ദൈവം പറഞ്ഞപ്പോൾ യോന അതനുസരിച്ചു. അങ്ങനെ കുറച്ച് 2-3 ദിവസത്തെ യാത്രയുണ്ട്. അങ്ങനെ യോന അവിടെ ചെന്ന ഉടനെ തന്നെ യോന പറഞ്ഞു, അവിടെയുള്ള ആൾക്കാരോട് എല്ലാം പറഞ്ഞു, 40 ദിവസത്തിനകം 40 days 40 ദിവസത്തിനകം നിങ്ങൾ ദൈവത്തിൻ്റെ മുന്നിൽ കാണിക്കുന്ന ഈ തെറ്റുകളെല്ലാം മാറ്റിയില്ലെങ്കിൽ ദൈവം നിങ്ങളെയും നിങ്ങളുടെ ഈ നഗരത്തെയും നശിപ്പിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് മാറണം എന്നുള്ളത് ഒരു അരുളപ്പാട് എനിക്കുണ്ടായിട്ടുണ്ട്, അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് എന്ന് പറഞ്ഞ് യോന ആ സ്ഥലത്ത് എല്ലായിടത്തും പോയി ഇത് പറഞ്ഞു. അങ്ങനെ യോന ഇത് പറഞ്ഞപ്പോൾ അവിടെയുള്ളവരെല്ലാം ഇത് കേട്ട് അവരുടെ മനസ്സ് മാറി. അവർ ദൈവസന്നിധിയിൽ അവർ ചെയ്ത തെറ്റ് മാറ്റി. അത് മാത്രമല്ല, ആ രാജ്യത്തെ രാജാവിൻ്റെ അടുത്തും ഇതെത്തി. അങ്ങനെ രാജാവും ആ രാജ്യത്തുള്ള നിനവേലുള്ള എല്ലാവരും, ആ നിനവേലുള്ള എല്ലാ ആൾക്കാരും
ദൈവത്തിൻ്റെ മുന്നിൽ അവർ ചെയ്ത തെറ്റ് ക്ഷമിച്ച് ദൈവം പറയുന്ന രീതിയിലോട്ട് അവർ മാറി. അപ്പോൾ ഇതിനൊക്കെ കാരണം എന്തായിരുന്നു? യോന മൂലമായിരുന്നു ദൈവം ഇതെല്ലാം അറിയിച്ചത്. യോന ഒരു പ്രവാചകനായിരുന്നു. യോന പ്രവാചകൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ പ്രവാചകന്മാരുടെ ഉത്തരവാദിത്തം എന്താണ്? ദൈവം എന്ത് പറയുന്നു, ആരുടെങ്കിലും ദൈവത്തിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ദൈവം പ്രവാചകന്മാർ വഴിയാണ് അന്നത്തെ കാലത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ പ്രവാചകന്മാരുടെ അടുത്ത് ദൈവം എന്ത് പറയാൻ ആഗ്രഹിക്കുന്നുവോ പ്രവാചകന്മാരുടെ അടുത്ത് പറയും. പ്രവാചകന്മാർ അത് ആരുടെ അടുത്താണോ പോയി പറയേണ്ടത് അവരുടെ അടുത്ത് പോയി പറയും. അങ്ങനെ യോന പോയി പറഞ്ഞു, കാര്യങ്ങൾക്ക് മാറ്റമുണ്ടായി. അങ്ങനെ മാറിയപ്പോൾ ദൈവത്തിന് അത് ഭയങ്കര സന്തോഷമായി. ദൈവം ആ നശിപ്പിക്കുമെന്നുള്ള കാര്യം, ആ നഗരം അവിടെയുള്ള ആൾക്കാരെ നശിപ്പിക്കുമെന്നുള്ള കാര്യം ദൈവം അതിൽ നിന്ന് ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്ന് മാറ്റി. അങ്ങനെ അവിടെയുള്ള ആൾക്കാരെല്ലാം ഇതിങ്ങനെ മാറി. അങ്ങനെ ദൈവത്തിന് ഭയങ്കര സന്തോഷമായി. ദൈവം ആ നഗരത്തെ പിന്നീട് നശിപ്പിച്ചില്ല. ദൈവം അനുസരിക്കാൻ പറഞ്ഞ കാര്യം യോന അനുസരിക്കാത്തത് കൊണ്ട് ഇത്രയും ബുദ്ധിമുട്ടുകൾ യോനയുടെ ജീവിതത്തിൽ ഉണ്ടായി, അല്ലേ? മാത്രമല്ല, ദൈവം പറഞ്ഞ കാര്യം യോന ചെയ്തപ്പോൾ അനേകർ ദൈവത്തിലോട്ട് അടുത്തു. അപ്പോൾ ഇതേപോലെ നമുക്കും ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ദൈവം പറഞ്ഞിട്ടുണ്ട്. ഇതെവിടെയാണ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്? ഇത് പറഞ്ഞിരിക്കുന്നതാണ് നമ്മുടെ ബൈബിളിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ബൈബിളിൽ നമുക്ക് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ നമ്മൾ ചെയ്യാൻ പാടില്ല, ദൈവത്തിന് ഇഷ്ടമുള്ളത് എന്ത് ചെയ്യണം, ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് എന്ത് ചെയ്യാൻ പാടില്ല, എന്താണ് തെറ്റ്, എന്താണ് പാപം, എന്താണ് നല്ലത്, എല്ലാം നമ്മുടെ ബൈബിളിലുണ്ട്. അപ്പോൾ ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളത് വായിക്കണം, നമ്മളത് പഠിക്കണം. അപ്പോൾ സൺഡേ സ്കൂളിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ഡെയിലി നമ്മൾ വാക്യം പഠിക്കുമ്പോഴോ അതെല്ലാം നമ്മൾ ദൈവത്തെ കൂടുതൽ അറിയാൻ വേണ്ടി ഇടയാക്കും. അങ്ങനെ നമ്മൾ ദൈവത്തെ കൂടുതൽ അറിയുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മൾ തെറ്റുകൾ ചെയ്യാതെ ദൈവത്തിന് ഇഷ്ടമാകുന്ന രീതിയിൽ നമ്മൾ ജീവിക്കും, അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇതേപോലെയുള്ള കഥകൾ പറയുന്നതിൻ്റെ കാരണം നമ്മൾ ബൈബിള് ആശ്രയിക്കണം, നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കണം. എന്തുകൊണ്ടാണ് ബൈബിളിൽ ആശ്രയിക്കേണ്ടത്? ബൈബിള് ദൈവത്തിൻ്റെ വചനമാണ്. ആ വചനം ജീവനുള്ള വചനമാണ്. ആ വചനം നമ്മളെ മാറ്റും. ആ വചനം നമ്മളെ ദൈവത്തിന് ഇഷ്ടമാകുന്ന രീതിയിലോട്ട് നമ്മളെ മാറ്റും. നല്ല മക്കളാവും, എല്ലാവർക്കും മക്കളെ ഇഷ്ടപ്പെടും. അപ്പം അതുകൊണ്ട് യോന അനുസരണക്കേട് കാണിച്ചു, അതിന് യോനയ്ക്ക് ശിക്ഷ കിട്ടി. അതിനുശേഷം യോന അനുസരിച്ചു. പക്ഷേ മക്കൾ എന്ത് ചെയ്യണം? അനുസരണക്കേട് കാണിക്കരുത്. ദൈവം പറയുന്ന വാക്കുകൾ, ദൈവം ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യണം. ദൈവത്തിന് ഇഷ്ടമുള്ള മക്കളായിട്ട് ജീവിക്കണം. അതാണ് ഇന്നത്തെ കഥ. ഈ കഥ ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും ഒരു കഥയായിട്ട് അടുത്ത ദിവസം വരാം. അപ്പോൾ ബൈ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്.